ഹലോ മക്കളെ, ഇന്ന് നടന്നിട്ടുള്ള +2 കമ്പ്യൂട്ടർ സയൻസിന്റെ ഫൈനൽ എക്സാമിന്റെ ആൻസർ കീ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് പൊതുവേ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാസ്സാവാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു A+ ഒക്കെ വാങ്ങാന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ എക്സാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ വീഡിയോന്റെ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അതായത് മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്യൂ എന്ന് പറയുന്നത് ഡാറ്റ ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫോ പ്രിൻസിപ്പിൾ ആണ്. ഇത് ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഡയറക്റ്റ് പഠിച്ച കാര്യമാണ് ഫിഫോ എന്നുള്ളത്. ആൻഡ് ഇമെയിൽ ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈപ്പർ ലിങ്ക് പ്രോട്ടോകോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ 2 എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ്. ആൻഡ് അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ ഏത് കീവേഡ് ആണ് ഒരു ഡാറ്റന കൺവേർട്ട് ഡാറ്റ ഇൻ ടു എ നമ്പർ ടൈപ്പിലേക്ക് മാറ്റാൻ നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നെ പഠിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ കീവേഡ് എന്നൊക്കെ ഇവർ തന്നു കഴിഞ്ഞാലും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരു ഡാറ്റേനെ നമ്മൾ നമ്പർ ടൈപ്പിലേക്ക് മാറ്റും. നമ്പർ ടൈപ്പിലേക്ക് മാറ്റാൻ നമ്പർ എന്ന് പറയുന്ന ആക്ച്വലി ഇതൊരു ഫംഗ്ഷൻ ആണ്. ക്വസ്റ്റ്യനിൽ കീവേഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആൻസർ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇൻ PHP ഡാഷ് ഇസ് എ കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർസ് അസോസിയേറ്റീവ് അറേസ് ആണ്. മക്കളെ, അസോസിയേറ്റീവ് അറേസ് ആണ് കീ വാല്യൂ പെയർസിന്റെ കളക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അസോസിയേറ്റീവ് അറേസ്. ആൻഡ് ഇൻഡെക്സ്ഡ് അറേ എന്ന് എഴുതിയാലും മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാഫ് മാർക്ക് ഒക്കെ മേ ബി കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ബേസിക്കലി ചില സ്റ്റുഡൻസ് ഒക്കെ ഇതിന് കുറച്ചും കൂടെ ജനറൽ ആൻസർ എന്നുള്ള രീതിയിൽ അറേസ് എന്നൊക്കെ എഴുതുമായിരിക്കും. ആൻഡ് മേ ബി അതിനും ഒരു ഹാഫ് മാർക്ക് ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് അറയാണ്. അതിലാണ് നമ്മൾ കീ വാല്യൂ പെയർസ് ആയിട്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഡിസൈൻ, ഫാബ്രിക്കേഷൻ, തിയറി ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് റോബോട്ട് അല്ലെ, അതിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? റോബോട്ടിക്സ് എന്നാണ്. ഇത് പലരും എഴുതിയിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നോ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോന് താഴെ. ആൻഡ് വിർച്വൽ വേൾഡ് വേർ എവറി കമ്മ്യൂണിക്കേഷൻ, എല്ലാ കമ്മ്യൂണിക്കേഷനും ഇന്റർനെറ്റിലൂടെ ഒക്കർ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക, ഒരു സംശയമില്ല, അത് സൈബർ സ്പേസ് എന്ന് പറയുന്നതാണ്. സൈബർ സ്പേസ്. ഓക്കെ, യെസ്. പിന്നെ മെമ്മറി ലീക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നമ്മൾ ഡൈനാമിക്കലി ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഫ്രീ ചെയ്തിട്ടില്ലെങ്കിൽ ആ മെമ്മറി ഡിസപ്പിയർ ആയി പോകും. ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ഈ ഡിസപ്പിയർ ആവുന്ന മെമ്മറിന്റെ സൈസ് കൂടി കൂടി വരും. അങ്ങനെ ഒരു ഭാഗത്തിന് മെമ്മറി തന്നെ ഉപയോഗിക്കാൻ പറ്റാണ്ടാവുന്ന അല്ലെ, ഒരു മെമ്മറിന്റെ ഒരു ഭാഗം തന്നെ ഉപയോഗിക്കാൻ പറ്റാണ്ടാവുന്ന സിറ്റുവേഷനെയാണ് മെമ്മറി ലീക്ക് എന്ന് വിളിക്കുന്നത്. എന്താണെന്ന് ജസ്റ്റ് ചോദിച്ചിട്ടേ ഉള്ളൂ, 2 മാർക്കാണ്, ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എന്താണെന്ന് പറഞ്ഞാൽ മതി. MT ടാഗ് കണ്ടെയ്നർ ടാഗിന്റെ ഡിഫറൻസ് ചോദിച്ചപ്പോൾ നമുക്ക് കണ്ടെയ്നർ ടാഗ് നമുക്കറിയാം, ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നുണ്ട്. MT എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എക്സാമ്പിൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിൾ എങ്കിലും എഴുതുന്നത് നല്ലതാണ്. എക്സാമ്പിൾ എഴുതണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡെഫിനിഷൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ എക്സാമ്പിളും കൂടെ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, അപ്പൊ BR, IMG, HR ഇതൊക്കെയാണ് MT ടാഗ്സ്. HTML, ഹെഡ്, ബോഡി ഇതൊക്കെയാണ് കണ്ടെയ്നർ ടാഗ്സ് എന്ന എക്സാമ്പിളും കൂടെ എഴുതിയാൽ നല്ലതാണ്. CSS ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണ്. ഡിഫറെന്റ് വേസ് ടു ഇംപ്ലിമെന്റ് CSS ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻലൈൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, എംബഡഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, ലിങ്ക്ഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇൻലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ എഴുതി വെക്കുന്നത് നല്ലതാണ്. ഓരോ ടാഗിനും സെപ്പറേറ്റ് സ്റ്റൈൽ കൊടുക്കലാണ്. എംബഡഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ CSSന്റെ കോഡ് മൊത്തം ഹെഡിന്റെ സെക്ഷനിൽ കൊടുക്കലാണ്. ലിങ്ക്ഡ് CSS എന്ന് പറഞ്ഞാൽ CSSന്റെ കോഡ് മൊത്തം ഒരു എക്സ്റ്റേണൽ CSS ഫയലായിട്ട് കൊടുത്തിട്ട് അതിനെ വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതിനാണ് ലിങ്ക്ഡ് CSS എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റുകളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ ലിസ്റ്റ് ഉണ്ട്? ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പരത്തിയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. 3 ടൈപ്പ് ലിസ്റ്റ് ഉണ്ട് എന്ന് എഴുതുക. പിന്നെ ഓർഡർ ലിസ്റ്റ് ഉണ്ടാക്കാൻ OL ആണ്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കാൻ UL ആണ്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ DL ആണ്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടാഗുകളും നമുക്ക് ഓരോന്നും എഴുതി വെക്കാം. ഓർഡേർഡ് ലിസ്റ്റിന്റെ കൂടെ നമുക്ക് എഴുതാം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഐറ്റംസ് കൊടുക്കാൻ വേണ്ടി LI ടാഗ് ഉണ്ട്. അതുപോലെ തന്നെ അൺഓർഡേർഡ് ലിസ്റ്റിലും LI ടാഗ് ഉണ്ട്. ഡെഫിനിഷൻ ലിസ്റ്റ് ടേം കൊടുക്കാൻ DT ഉണ്ട്. ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റിന്റെ ഡെഫിനിഷൻ കൊടുക്കാൻ DD ഉണ്ട്. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, കാരണം ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഇവിടെ കൂടുതൽ പോയിന്റ്സ് ആണ്. മേ ബി ഇത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഇവിടെ പറയുന്ന OL ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ്, ടൈപ്പും സ്റ്റാർട്ടും ആണ്. UL ടാഗിന്റെ ആട്രിബ്യൂട്ട് ടൈപ്പ് ആണ്. ഓക്കെ, ഇതൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ്
ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാഗുകളെങ്കിലും എഴുതി വെക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടാഗുകളും കൂടെ എഴുതി കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഡെഫിനിഷൻ ആദ്യം എഴുതുന്നതായിരിക്കും നല്ലത്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് എഴുതുമ്പോൾ തന്നെ ഓർഡർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഐറ്റംസ് ഒക്കെ ഒരു ഓർഡറിൽ അസൈൻ ചെയ്യുന്നതാണ്. നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഓർഡർ ലിസ്റ്റ് എന്ന് പറയുക. അൺഓർഡർ ലിസ്റ്റിൽ അങ്ങനെ ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ ബുള്ളറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഉള്ള രീതിയിൽ എഴുതിയാൽ അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ കൺസെപ്റ്റുകളും വേണമെന്നില്ല, ആട്രിബ്യൂട്ട്സ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ അടിപൊളിയാവും. ഓക്കെ, ഇനി ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലത്തെ ഒരു എക്സാമ്പിളും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എക്സാമ്പിൾ എഴുതിയിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എക്സാമ്പിൾ നിർബന്ധമൊന്നുമില്ല, കാരണം ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഡാറ്റ ടൈപ്പുകൾ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഡാറ്റ ടൈപ്പുകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഒരു ഡാറ്റ തന്നാൽ അത് ജാവാസ്ക്രിപ്റ്റിൽ ഏത് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് വരിക? യെസ്, നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതിന്റെ നമ്പർ ഡാറ്റ ടൈപ്പ് ആയിട്ടായിരിക്കും. ഓക്കെ, ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് നമ്പർ ഡാറ്റ ടൈപ്പ്. ഇത് നമ്പർ ഡാറ്റ ടൈപ്പ് ആണ്. മൈ സ്കൂൾ എന്തായാലും പ്രശ്നമില്ല. ഡബിൾ കോഡ്സ് കണ്ടോ, അതെന്തായിരിക്കും? സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ട്രൂ എന്ന് പറയുമ്പോൾ ട്രൂവും ഫാൾസും നമ്മൾ പഠിച്ചത് ബൂളിയൻ ആയിട്ടാണ്. ആൻഡ് അതേപോലെ തന്നെ ഡബിൾ കോഡ്സ് കണ്ടപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? സ്ട്രിംഗ് എന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു? നമുക്ക് ചെയ്യേണ്ടത് ഒരു എന്താ പറയാ, അപ് ടു 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. ഓക്കെ, 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് ഇവർ പകുതി തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്താൽ മതി. ഒന്നുമില്ല, ഇവിടെ സ്ക്രിപ്റ്റ് നമുക്കറിയാം, ലാംഗ്വേജ് ഈക്വൽ ടു അല്ലെ, ലാംഗ്വേജ് ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഈക്വൽ ടു ജാവ സ്ക്രിപ്റ്റ് എന്ന് എഴുതാറുള്ളത്. എൻ എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു, എൻ ആദ്യം 2 ആക്കി. അപ്പൊ ഇത് 10 വരെയുള്ള ഡിസ്പ്ലേ ചെയ്യണ്ടേ, അപ്പോൾ കണ്ടീഷൻ എന്ത് കൊടുത്താൽ മതി? വൈലിന്റെ ഉള്ളിൽ കണ്ടീഷൻ എന്ത് കൊടുത്താൽ മതി? എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കണ്ടീഷൻ കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തിട്ട് ഇതിനുള്ളിൽ കയറിയിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എൻ, ഇപ്പൊ എൻ ഡിസ്പ്ലേ ചെയ്യും. എൻ ഈക്വൽ ടു എൻ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എൻ 2 കൂട്ടും. അപ്പൊ എൻ ആദ്യം 2 ആണല്ലോ, അപ്പൊ 2 ഡിസ്പ്ലേ ചെയ്യും. പിന്നെ എൻ 2 കൂട്ടുന്ന പറയുമ്പോൾ എൻ എത്രയാവും? 4 ആവും അല്ലെ. അപ്പൊ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും എവിടം വരെ? എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എത്തുന്ന വരെ. അപ്പൊ 2 ഡിസ്പ്ലേയും 4 ഡിസ്പ്ലേയും 6 ഡിസ്പ്ലേയും 8 ഡിസ്പ്ലേയും 10 ഡിസ്പ്ലേയും. അപ്പൊ ഈവൻ നമ്പേഴ്സ് അപ് ടു 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും. ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ള കംപ്ലീറ്റ് കോഡാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞില്ല, ഇവിടെയും കൂടെ ഒരു ഡാഷ് ഉണ്ടായിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ മിസ്സിംഗ് ആയിട്ട് വരുന്നത്. ഈ റെഡിൽ എഴുതിയിട്ടുള്ള 4 കാര്യങ്ങളാണ് അവിടെ മിസ്സിംഗ്. ഇപ്പോൾ ഒന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ 2 മാർക്ക്. ഓക്കെ, ആ രീതിയിലായിരിക്കും ഈ ക്വസ്റ്റിന് മാർക്ക് ഉണ്ടാവുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ഹോസ്റ്റിംഗ് നമുക്കറിയാം 3 ടൈപ്പ് ഉണ്ട്. ഷെയർഡ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഉണ്ട്, VPS ഉണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോർട്ട് നോട്ട് എന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എങ്കിലും എഴുതിയാൽ മതി. ഷെയർഡ് എന്ന് പറഞ്ഞാൽ മെനി വെബ്സൈറ്റ് ഒരു സിംഗിൾ വെബ് സെർവർ ഹോസ്റ്റ് ചെയ്യുന്നതാണെന്ന് എഴുതിയാൽ മതി. ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരൊറ്റ സിംഗിൾ വെബ്സൈറ്റ് മാത്രമേ ഒരു സെർവറിൽ ഉണ്ടാവുള്ളൂ. VPS എന്ന് പറഞ്ഞാൽ വിർച്വലി പാർട്ടീഷൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓരോ VPSലും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹോസ്റ്റിംഗ് നടത്തലാണ്. അപ്പൊ ഇതിന്റെ ബേസിക് ഡെഫിനിഷൻ എഴുതിയാൽ മതി. ഭയങ്കരമായിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ്, റിസോഴ്സ് ലൈക്ക് റാം ആൻഡ് CPU ഒക്കെ ഇവിടെ ഷെയർ ചെയ്യും. പിന്നെ ഡെഡിക്കേറ്റഡിൽ കോസ്റ്റ് കൂടുതലാണ്. അങ്ങനെ ഭയങ്കര അഡ്വാൻസ്ഡ് പോയിന്റ് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ജസ്റ്റ് കാരണം ഇവിടെ ജസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ റൈറ്റ് ഷോർട്ട് നോട്ട് എന്നാണ്. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് അതിന്റെ ബേസിക് ഡെഫിനിഷൻ എങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി മേ ബി നിങ്ങൾ ചില ആളുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഷെയർഡ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. മേ ബി 1 മാർക്ക് എന്തായാലും കിട്ടുമായിരിക്കും. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് അത് എന്താണെങ്കിലും എഴുതണം, കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വാട്ട് ഈസ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഏത് ഡിവൈസിലും ഏത് സ്ക്രീൻ സൈസിലും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത്ര എഴുതിയാൽ തന്നെ 2 മാർക്ക് ഷുവർ ആണ്. എന്താണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ്. മക്കളെ, നമുക്ക് 4 യൂസേഴ്സ് ആണ് ഡാറ്റാബേസിലുള്ളത് അല്ലെ. ഈ യൂസേഴ്സിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് വെറുതെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ കറക്റ്റ്, വെറുതെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ 2 മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ചെറുതായിട്ട് ഇത് എന്താന്ന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് കൺട്രോൾ ചെയ്യുന്ന ആളാന്ന് എഴുതാൻ പറ്റും. അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ഉപയോഗിച്ചിട്ട് DBMS ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരാന്ന് എഴുതാൻ പറ്റും. സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കൊറി ലാംഗ്വേജ്, SQL പോലത്തെ കൊറി ലാംഗ്വേജസ് എല്ലാം വെച്ചിട്ട് ഡാറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ് ഒക്കെ ആണെന്ന് എഴുതാൻ പറ്റും. നേവ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രീ റിട്ടൺ ആയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരാണ് ഉള്ള. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് എഴുതിയാൽ
എഴുതിയാൽ മതി. ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നേ ചോദിച്ചിട്ടുള്ളൂ, വിച്ച് ആർ ദാന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ സമ്മ്, AVG, മിന്ന്, മാക്സ്, കൗണ്ട് ഇത്രയാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, ജസ്റ്റ് ഈ പേരുകൾ എഴുതിയാൽ മതി. വിച്ചാർതാന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും മിനിമം ഒരു 4 എണ്ണമെങ്കിലും എഴുതി വെക്കുക. 4 എണ്ണമെങ്കിലും ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ, ജസ്റ്റ് പേര് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. എക്സ്പ്ലനേഷൻ കൂടെ എഴുതിയാൽ നല്ലത്. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഗെറ്റിന്റെയും പോസ്റ്റിന്റെയും മെത്തേഡ് അല്ലെ, അത് രണ്ടിന്റെയും ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് PHP-യിൽ. ആ 4 പോയിന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 പോയിന്റ് എഴുതിയാൽ മതി. നമ്മൾ ഈ പഠിക്കുന്ന ഏതെങ്കിലും 2 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ പോയിന്റ് ഒന്നും ഞാനിവിടെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം കഴിഞ്ഞതിനെ പറ്റിയിട്ട് ഇനി വേദം ഓതിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതേപോലെ തന്നെ എക്കോന്റെയും പ്രിന്റിന്റെയും ഡിഫറൻസിലും സെയിം സംഭവം തന്നെയാണ്, നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്നതാണ്. അപ്പം അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് 3ാമത്തെ മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, സ്ട്രക്ചർ എന്താണ്. അപ്പൊ നമുക്ക് എഴുതാം, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡെഫിനിഷൻ ആവില്ല. യൂസർ ടു റെപ്രസെന്റ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് വിച്ച് മേ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് അണ്ടർ എ കോമൺ നെയിം, അല്ലെങ്കിൽ യൂസർ ടു റെപ്രസെന്റ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് മാർക്ക് കിട്ടുന്നതായിരിക്കും. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ജസ്റ്റ് സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ. എന്നാൽ 2ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡിഫൈൻ എ സ്ട്രക്ചർ ഫീ കാർഡ് എന്നാണ്. അപ്പോൾ ഇവർ പറയുന്ന ഒരു സ്ട്രക്ചർ അങ്ങ് ഉണ്ടാക്കി കൊടുത്തേക്ക്, അത്രേ ഉള്ളൂ. സ്ട്രക്ചർ ഉണ്ടാക്കാൻ സ്ട്രക്ട് കീവേഡ് ഉപയോഗിക്കുക. സ്ട്രക്ചറിന്റെ പേര് ഇവർ പറയുന്നുണ്ട് ഫീ കാർഡ്. അപ്പൊ ഇവർ പറയുന്ന പോലെ തന്നെ പേരങ്ങ് കൊടുത്തേക്ക്, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഫീ കാർഡ് അല്ലെ. എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ടു സ്റ്റോർ എന്തൊക്കെയാ ഡീറ്റെയിൽസ്, അഡ്മിഷൻ നമ്പറും വേണം, നെയിമും വേണം, എമൗണ്ട് വേണം. യെസ്. അപ്പൊ അഡ്മിഷൻ നമ്പർ എന്നെല്ലാം പറയുമ്പോൾ അത് എന്തായിരിക്കും, ഇൻറ്റീജർ ആയിരിക്കും അല്ലേ. അപ്പൊ ഞാൻ തൽക്കാലം എന്ത് കൊടുത്ത്, ഇന്റ് എന്ന് കൊടുത്ത്. അഡ്മിഷൻ നമ്പർ ഇവർ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് പേരൊന്നും കൊടുക്കണ്ട, ADMNO കംപ്ലീറ്റ് നമുക്ക് വാരിയബിൾ നെയിം ഇത്ര വലുതാക്കാൻ പറ്റില്ല. ഞാൻ ഷോർട്ടായിട്ട് അഡ്മിഷൻ നമ്പർ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, പിന്നെ അടുത്ത ഡാറ്റ ഐറ്റം എന്താണ്, നെയിം ആണ് അല്ലെ. അപ്പൊ നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ക്യാരക്ടർ അറിയായിരിക്കും. ക്യാർ നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ, ഒരു അറേ ആകുമ്പോൾ ഒരു സൈസ് ഒക്കെ കൊടുക്കണം, ഒരു 20, 10, 15, എത്ര വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു. പിന്നെ എന്താണ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്റ് കൊടുത്താലും ഇവിടെ മാർക്കൊന്നും പോകില്ല, പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ പൈസയാണ്, എമൗണ്ട് ആണ്. ഇപ്പോൾ പോയിന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്ലോട്ട് എമൗണ്ട് എന്ന് കൊടുത്തു. എമൗണ്ട് എന്ന് കംപ്ലീറ്റ് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, AMT എന്ന് ഷോർട്ടായിട്ട് അങ്ങനെ എഴുതിയാലും സെറ്റ് ആണ്. ഓക്കെ, ഈ 3 ഐറ്റംസ് ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രൈസ് എന്ത് ചെയ്യുക, ലാസ്റ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോൺ ഇടുക. ജസ്റ്റ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ഇതിന്റെ വാരിയബിൾ ഒന്നും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 2 മാർക്ക് കൂളായിട്ട് ഇങ്ങനെ കിട്ടും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ കുറച്ച് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഉണ്ടെങ്കിലും ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിൽ. ഒരു അറേ തന്നിട്ടുണ്ട്, num5, അത് ഇന്റീജർ അറിയാന്ന് പറയുന്നുണ്ട്. PTR ഈസ് എൻ ഇന്റീജർ പോയിന്റർ. PTR ഒരു ഇന്റീജറിലേക്ക് പോയിന്റ് ചെയ്യാൻ നിൽക്കുന്ന പോയിന്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ഈ കോഡിന്റെ ഒക്കെ ഔട്ട്പുട്ടാ ചോദിക്കുന്നത്. PTR ഈക്വൽ ടു നം എന്നും കൂടെ ഇവർ തന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ചില ആൾക്കാരൊന്നും വായിച്ചിട്ടുണ്ടാവില്ല, ഡയറക്റ്റ് ABCയിലേക്ക് പോയിട്ടുണ്ടാവും. PTR ഈക്വൽ ടു നം എന്ന് പറഞ്ഞാൽ PTR ഒരു പോയിന്റർ ആണല്ലോ. PTRൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്, നം എന്ന് പറഞ്ഞാൽ അറയാണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പൊ അറേന്റെ പേരിൽ അറേന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അറേന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് ഇവർ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പൊ നമുക്കറിയാം ഈ നം എന്ന് പറഞ്ഞാൽ 1000 ആണ് എന്ന് പറഞ്ഞാൽ, നം എന്ന് പറഞ്ഞാൽ അറേന്റെ പേരാണ്, അറേന്റെ പേരിൽ അറേന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഉണ്ടാവും. ആ സ്റ്റാർട്ടിംഗ് അഡ്രസ് എടുത്തിട്ട് PTRലേക്ക് സ്റ്റോർ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ PTR പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, ഈ 1000 ലൊക്കേഷനിലേക്കാണ്. അല്ലെങ്കിൽ ഈ PTR പോയിന്റ് ചെയ്യുന്നത് ഈ അറേന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിലേക്കാണ്. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ PTR വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ അറേനെ ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ അറേന്റെ പേര് ഉപയോഗിച്ചിട്ടും അറേനെ ആക്സസ് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ cout num+1, നം എന്ന് പറയുന്നത് എന്താണ്, വേറൊന്നുമല്ല, അറേന്റെ പേര് എന്ന് പറയുന്നത് ആക്ട് ആസ് എ പോയിന്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അറേന്റെ പേരിൽ അറേന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഉണ്ടാവും. അപ്പൊ 1000 ആയിരിക്കും നം എന്ന് പറഞ്ഞാൽ കിട്ടുക. cout നം എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് കിട്ടുക. 1000+1 എന്ന് പറഞ്ഞാൽ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 1000 എന്ന് പറയുന്നത് എന്താണ്, ഒരു അഡ്രസ് ആണ്. അല്ല, ഈ അഡ്രസ്സിന്റെ കൂടെ 1 കൂട്ടാൻ പറഞ്ഞാൽ ഒരിക്കലും 1 കൂട്ടൂല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഡ്രസ്സിന്റെ കൂടെ 1 കൂട്ടാൻ പറഞ്ഞാൽ ഈ 1000ന്റെ കൂടെ 1 അല്ല കൂട്ടുക, എത്രയായിരിക്കും കൂട്ടുക, 4 ആയിരിക്കും കൂട്ടുക. കാരണം ഇത് ഇന്റീജർ അറേ ആയതുകൊണ്ട് ഓരോ ലൊക്കേഷനും എത്ര ബൈറ്റ് ആയിരിക്കും, 4 ബൈറ്റ് ആയിരിക്കും. അപ്പൊ 4 കൂട്ടിയിട്ട് ഈ നം+1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരിക 1004 ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക,
ശ്രദ്ധിക്കുക, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇവിടെ എ ക്വസ്റ്റ്യൻ, ഈ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ 1004 എന്നാണ് എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇത് 1004 എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ നിങ്ങൾ നോക്കി, ഇത് 1000ാമത്തെ ലൊക്കേഷൻ ആണെങ്കിൽ ഇതായിരിക്കും 1004ാമത്തെ ലൊക്കേഷൻ, ഇത് 1008ാമത്തെ ലൊക്കേഷൻ, കാരണം ഓരോ ലൊക്കേഷനും 4 ബൈറ്റ് വേണം. അപ്പോൾ ഇത് 1012ാമത്തെ ലൊക്കേഷൻ ആണ്, ഇത് 1016ാമത്തെ ലൊക്കേഷൻ ആണ്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ സി ഔട്ട് നം+1 എന്ന് പറഞ്ഞാൽ 1004 എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക. അങ്ങനെയാണ് സ്റ്റാർ ഓഫ് നം+1 എന്ന് പറഞ്ഞാൽ എന്താ, ഈ നം+1 എന്ന് പറഞ്ഞാൽ 1004 നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിലുള്ള വാല്യൂ. അപ്പൊ 1004ാമത്തെ ലൊക്കേഷനിൽ ഏത് വാല്യൂ ഉള്ളത്, 42. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് വരിക, 42 എന്നാണ് വരിക. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ i=0, i<5, i++. എടാ, ഈ ലൂപ്പ് 5 പ്രാവശ്യം വർക്ക് ചെയ്യും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം സ്റ്റാർ ഓഫ് PTR + i, അതായത് നിങ്ങളിപ്പോൾ ഈ ലൂപ്പ് ആദ്യം വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 0 അല്ലേ? അതായത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് എന്താണെന്നറിയോ, ഈ അറേന്റെ എല്ലാ എലിമെന്റ്സും ഡിസ്പ്ലേ ചെയ്യും. ആദ്യം 37 ഡിസ്പ്ലേ ചെയ്യും, എന്നിട്ട് /t എന്ന് പറഞ്ഞാൽ ടാബ് സ്പേസ്, കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത എലമെന്റ് ആയിട്ടുള്ള 42 ഡിസ്പ്ലേ ചെയ്യും, പിന്നെ 57 ഡിസ്പ്ലേ ചെയ്യും, പിന്നെ 62 ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഓരോന്നിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. അതിനുശേഷം 67, ഓരോന്നിന്റെ ഇടയിൽ ഒരു ടാബ് സ്പേസ് ഉണ്ടാവും. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ. കാരണം i 0 ആകുമ്പോൾ 0<5 ശരിയാണ്, അപ്പോൾ ഉള്ളിലേക്ക് വരും, അതായത് ലൂപ്പിന്റെ ബോഡി വർക്ക് ചെയ്യും. സ്റ്റാർ ഓഫ് PTR + i എന്ന് പറയുമ്പോൾ i ഇപ്പോൾ 0 അല്ലേ, അപ്പോൾ PTR + 0 എന്ന് പറഞ്ഞാൽ PTR തന്നെ. സ്റ്റാർ ഓഫ് PTR ഉള്ള 1000 ആണ്, അപ്പോൾ 1000ലുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ 37 വരും. എന്നാൽ അടുത്ത പ്രാവശ്യം i++ എന്ന് പറയുമ്പോൾ i 1 ആവൂലേ, അപ്പോൾ PTR + 1 പ്രിന്റ് ചെയ്യുക. PTRന്റെ കൂടെ 1 കൂട്ടാൻ പറ്റില്ല, 4 കൂട്ടുള്ളൂ. അപ്പോൾ PTRന്റെ കൂടെ 4 കൂട്ടിയാൽ 1000ന്റെ കൂടെ 4 കൂട്ടിയാൽ 1004. അപ്പോൾ സ്റ്റാർ ഓഫ് 1004 എന്ന് പറഞ്ഞാൽ 1004ലുള്ള വാല്യൂ ആയിട്ടുള്ള 42. അങ്ങനെയാണ് ഈ 42 വരുന്നത്. ആദ്യം 37 വന്നു, പിന്നെ 42 വന്നു. ഓക്കെ, പിന്നെ i++ അതിന്റെ വാല്യൂ എത്രയാവും, 2 ആവും. അപ്പോൾ PTR + 2 എന്നാവൂലേ ഇവിടെ. PTR + 2 എന്ന് പറഞ്ഞാൽ 1000ന്റെ കൂടെ 2 കൂട്ടാൻ പറ്റില്ല, 2 × 4 ആയിട്ടുള്ള 8 ആയിരിക്കും കൂട്ടുക, അപ്പൊ 1008 ആവും. അപ്പൊ സ്റ്റാർ ഓഫ് 1008 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ വാല്യൂ 57 ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ അടുത്ത പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 3 ആകുമ്പോൾ 1012ാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ ആയിട്ടുള്ള 62 ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എത്രയാവും, 4 ആവൂലേ. 4 ആകുമ്പോൾ 4 × 4, അതായത് 16 കൂട്ടുക. അപ്പൊ 1016ാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ ആയിട്ടുള്ള 67 കൂടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡിന്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ എത്രത്തോളം നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടിയാലും ഈ ലൂപ്പ് ഉപയോഗിച്ചിട്ട് അറേന്റെ എല്ലാ എലിമെന്റ്സും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ലൂപ്പ് കൺസെപ്റ്റ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ഒബ്ജക്ട്സ് ഓഫ് വൺ ക്ലാസ് അക്വയർ പ്രോപ്പർട്ടീസ് ആൻഡ് ഫംഗ്ഷനാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ്, ആ ഒരു ഡെഫിനിഷൻ എഴുതിയാൽ ഒരു മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഇവിടെ ബ്രീഫ് നോട്ട് എന്ന് എഴുതിയിട്ടുള്ളത്. ഇപ്പം വെറുതെ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു ചിത്രം ഇങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, പക്ഷെ ഇവിടെ ബ്രീഫ് നോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ചിത്രം വരച്ചിട്ടില്ലെങ്കിലും ഇവിടെ ബ്രീഫ് നോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, സിംഗിൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് ഡിറൈവ് ചെയ്യുന്നതാണ് ഇതാ. ഹൈറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് 2 പുതിയ ക്ലാസ് ഡിറൈവ് ചെയ്യലാണ് ഇതാ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രം 2 ക്ലാസ്സസ് ഒരു പുതിയ ക്ലാസ് ഡിറൈവ് ചെയ്യലാണെന്ന് എഴുതാം. മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ഫ്രം എ വി ആർ ഡിറൈവിംഗ് ബി ആൻഡ് ഫ്രം ബി വി ആർ ഡിറൈവിംഗ് സി. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ലെവൽസ് വരുന്നതാണ് മൾട്ടി ലെവൽ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻ പറയുന്ന കോമ്പിനേഷൻ ഓഫ് 1 or more ഇൻഹെറിറ്റൻസ് എന്നുള്ള രീതിയിലാണ് ഹൈബ്രിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡെഫിനിഷൻ എഴുതുന്നതാണ് ഏറ്റവും സേഫ്. ഈ ചിത്രം ചിത്രം വരച്ചിട്ട് ഡെഫിനിഷനും കൂടെ എഴുതുന്നതാണ് നല്ലത്, കാരണം ഇവിടെ ബ്രീഫ് നോട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും എനിക്ക് തോന്നുന്നു വെറുതെ ചിത്രം മാത്രം വരച്ചിട്ടവർക്കും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റൈറ്റ് ആൻഡ് അൽഗോരിതം അല്ലെ, പുഷ് ഓപ്പറേഷൻ നമ്മൾ ഡയറക്റ്റ് പഠിച്ചതാണ്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 4ൽ ഒരു അൽഗോരിതം, സ്റ്റാക്കിന്റെ പുഷ്, സ്റ്റാക്കിന്റെ പോപ്പ്, ക്യൂവിന്റെ ഇൻസേർഷൻ, ക്യൂവിന്റെ ഡിലീഷൻ, ഇതിൽ 4ൽ ഒന്ന് എന്തായാലും ചോദിക്കും, നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് പുഷ് തന്നെയായിരുന്നു, അത് തന്നെ വീണ്ടും എടുത്ത് ചോദിച്ചു. ഓക്കെ, പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലിങ്ക് ലിസ്റ്റ്. ലിങ്ക് ലിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ എഴുതാൻ പറഞ്ഞാൽ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതിയാലും മതിയായിരുന്നു. കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്. നോഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡാറ്റയും അഡ്രസ് പാർട്ടും ഒക്കെ ഉണ്ടാവും. ആൻഡ് അല്ലെ, ആ രീതിയിൽ ഒരു ഡെഫിനിഷൻ ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ലിങ്ക് ലിസ്റ്റിന്റെ മേലെ
ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ അൽഗോരിതം എഴുതാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ പോകണ്ട. ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ തന്നെ 2 മാർക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെയാ? ലിങ്ക് ലിസ്റ്റ് ക്രിയേഷൻ ആണ്, ട്രാവേഴ്സലാണ്, ഇൻസേർഷൻ, ഡിലീഷൻ, ഇതൊക്കെയാണ് ലിങ്ക് ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ്. പിന്നെ സ്റ്റാറ്റിക് ഡൈനാമിക് വെബ് പേജസ് ഡയറക്റ്റ് പഠിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മിനിമം 3 പോയിന്റ്സ് 3 ഡിഫറൻസ് എഴുതുന്നതാണ് നല്ലത്. ഇവിടെ കണ്ടന്റ് ലേഔട്ട് ഫിക്സഡ് ആണ്, ഇവിടെ ചേഞ്ച് ചെയ്യും. ഡാറ്റാബേസ് ഉപയോഗിക്കില്ല, ഇവിടെ ഉപയോഗിക്കും. ഇവിടെ ഡയറക്റ്റ് ബ്രൗസറിൽ വർക്ക് ചെയ്യുന്നതാണ്, എന്നാൽ ഇത് സെർവറിൽ വർക്ക് ചെയ്തിട്ട് റിസൾട്ട് മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഡെവലപ്പ് ചെയ്യാൻ ഇത് ഈസിയാണ്, ഇത് പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ 3 ഡിഫറൻസ് എങ്കിലും എഴുതിയാലും മാർക്ക് സെറ്റാണ്. ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് അല്ല, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, ഏതെങ്കിലും 3 ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ ശരിക്കും വായിക്കണം. ലിസ്റ്റ് ഇൻ 3 ആട്രിബ്യൂട്ട്സ് വിത്ത് ദെയർ യൂസ്. വെറുതെ ലിസ്റ്റ് ചെയ്താലും മാർക്ക് കിട്ടൂല കേട്ടോ. വെറുതെ BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ് എന്ന് മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടൂല. നിങ്ങൾ ഏതാണോ ലിസ്റ്റ് ചെയ്യുന്നത് ആദ്യം എന്തിനാണെന്ന് കൂടെ എഴുതണം. ഇപ്പം BG കളർ ആണെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് കളറിനാണ്, ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാനാണ്, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റിന്റെ കളർ സെറ്റ് ചെയ്യാനാണ്. അത് എന്തിനാണെന്നുള്ള യൂസും കൂടെ നിങ്ങൾ എഴുതണം. ഓക്കെ, എക്സാമ്പിൾ ഇതുപോലെ വേണമെന്നില്ല, പക്ഷെ യൂസ് എന്തായാലും എഴുതണം. അഡ്വാൻറ്റേജസ് ഓഫ് DBMS ലിസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ശരിക്കും വായിക്കുക, ലിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എക്സ്പ്ലനേഷൻ വേണ്ട. കൺട്രോളിംഗ് ഡാറ്റ റിഡൻഡൻസി, ഡാറ്റ കൺസിസ്റ്റന്റ് ആണ്, എഫിഷ്യന്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ ഇന്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ഇത്രയും അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, 3 മാർക്ക് ആയതുകൊണ്ട് ലിസ്റ്റ് ചെയ്താൽ മതി. ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ var x a b c ഇവർ കുറേ വേരിയബിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് എക്സ്, ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് സി. എക്സിൽ ഇവർ ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തു, ആയിക്കോട്ടെ. എയിലേക്ക് എന്താ സ്റ്റോർ ചെയ്യുന്നത്? എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എക്സിൽ ഓൾ ദ ബെസ്റ്റ് ആണുള്ളത്. അപ്പോൾ അതിനെ അപ്പർ കേസിലേക്ക് മാറ്റിയിട്ട് എയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എയിൽ ഒരു സംശയമില്ല, ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഫുള്ള് ക്യാപിറ്റലായിട്ടാണ് ഉണ്ടാവുക. ഓൾ ദ ബെസ്റ്റ് ഫുൾ ക്യാപിറ്റൽ എയിൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ബിയിൽ എന്താ ഉണ്ടാവുക? എക്സ് ഡോട്ട് ലെങ്ത്. എടാ ഈ എക്സിന്റെ ലെങ്ത്, അപ്പം അത് കൂട്ടുമ്പോൾ ഇവിടെ ഉള്ള ക്യാരക്ടേഴ്സ് മാത്രം എടുത്തിട്ട് കാര്യമില്ല. അതായത് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെയല്ല. ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് വരുന്നില്ലേ? ഓൾ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വരുന്നുണ്ട്, ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. അതും 2 ക്യാരക്ടേഴ്സ് ആയിട്ട് കൂട്ടണം. അപ്പൊ ടോട്ടൽ ഈ എക്സിന്റെ ലെങ്ത് എത്രയാന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് എത്ര കിട്ടിയ? 4 3 3 6 4 10. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള 2 സ്പേസും കൂടെ കൂട്ടുമ്പോൾ 12 ആണ് ലെങ്ത് വരിക. അപ്പൊ എക്സിന്റെ ലെങ്ത് 12 ആണ്. 12 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ബിയിൽ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? എന്റെ ആൻസർ ഇവര് ഔട്ട്പുട്ട് ചെയ്താണല്ലേ ചോദിക്കുന്നത്. അലേർട്ട് എ അലേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓൾ ദ ബെസ്റ്റ് ഫുൾ ക്യാപിറ്റൽ അലേർട്ട്. ശരിക്കും പറഞ്ഞാൽ അലേർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഒരു ഓക്കെ എന്നെല്ലാം പറയുന്ന ഒരു അലേർട്ട് ബോക്സ് ഉണ്ട്. ഈ ഓക്കെ എല്ലാം വരുന്ന അലേർട്ട് ബോക്സ്, ഇതിലായിരിക്കും ഓൾ ദ ബെസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ഭയങ്കരമായിട്ട് ഇതുപോലെ ഒന്നും നോക്കാറില്ല, ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാറില്ല. ജസ്റ്റ് ഓൾ ദ ബെസ്റ്റ് ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. ഇതാണ് കറക്റ്റ്. അലേർട്ട് ആകുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. അലേർട്ട് ബി ആകുമ്പോൾ ബിയിൽ 12 ഉള്ളത്, അപ്പോൾ 12 ആൻസർ എഴുതിയാലും മതി. അല്ലെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഇങ്ങനെ 12 എഴുതിയിട്ട് ഓക്കെ ബട്ടനൊക്കെ വരച്ചാൽ കുറച്ചും കൂടെ സെറ്റ് ആയിരിക്കും. പിന്നെ അലേർട്ട് എന്താ അലേർട്ട് ചെയ്യുന്നത്? ഈ സ്നാൻ ഓഫ് എക്സ്. മക്കളെ എക്സ് എന്തെന്നാ? എക്സിൽ എന്താ ഉള്ളത്? ഓൾ ദ ബെസ്റ്റ്. അത് നോട്ട് എ നമ്പർ ആണോ? അതെ, കാരണം ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്പർ അല്ല. നോട്ട് എ നമ്പർ ആണെങ്കിൽ ഈ സ്നാൻ റിട്ടേൺ ചെയ്യുക എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ അലേർട്ട് ഈ സ്നാൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്നാൻ ഓഫ് എക്സ് ട്രൂ ആണ്. അപ്പൊ അലേർട്ട് ചെയ്യാൻ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ട്രൂ ആണ്. അതായത് ബെറ്റർ ജാവാസ്ക്രിപ്റ്റ് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ബൂളിയൻ ട്രൂ ഫോൾസ് നമ്മൾ എങ്ങനെ എഴുതുക? സ്മോൾ ലെറ്റർ ട്രൂ എന്നും സ്മോൾ ലെറ്റർ ഫോൾസ് എന്നുമാണ് എഴുതുക. അപ്പോൾ അലേർട്ട് അല്ല, ഇങ്ങനെ ട്രൂ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ മൊഞ്ചായിട്ട് ഇങ്ങനെ അലേർട്ട് ബോക്സ് ഒക്കെ വരച്ചിട്ട് ഇങ്ങനെ ഓക്കെ ഒക്കെ വെച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടെ അടിപൊളി. പക്ഷെ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മേ ബി ചിലപ്പോൾ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ട്രൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, അതിന് ചിലപ്പോൾ ഒരുപക്ഷെ കൺസിഡർ ചെയ്തു പോകും. പക്ഷെ ജാവാസ്ക്രിപ്റ്റ് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് അതൊക്കെ കറക്റ്റ് നോക്കണം എന്നാണ്. പക്ഷെ അത്ര ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യൂഷൻ ഒന്നും ആയിരിക്കില്ല നമുക്ക് വിചാരിക്കാം. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ യെസ്, നമുക്ക് ടേബിൾ തന്നു, സ്റ്റുഡൻറ് ടേബിൾ തന്നിട്ട് ഇവർ നമ്മളോട് ചോദിക്കുന്ന ഫോളോയിങ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. ഔട്ട്പുട്ട് ഓഫ് ദ ഓപ്പറേഷൻ സിഗ്മ. ഇവിടെ സിഗ്മയൊക്കെ ഉണ്ട്, ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. സിഗ്മ റിസൾട്ട് ഈസ് ഈക്വൽ ടു പാസ് ഫ്രം സ്റ്റുഡൻറ്. ഇതിന്റെ ഔട്ട്പുട്ട് എഴുതാനാ പറയുന്നത്. റിസൾട്ട് ഈക്വൽ ടു പാസ്സായവരെ കിട്ടും അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടാവും? ഇതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ. ആരൊക്കെയാ പാസ്സായത്? ഇവര് ഇതിൽ ആരൊക്കെയാ പാസ്സായത്?
ജോസഫും സച്ചിനും. അപ്പോൾ അവർ രണ്ടാളും ഉണ്ടാവും. ജോസഫ്, സച്ചിൻ, അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കണ്ടോ, അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇങ്ങനെ ടേബിളാക്കി വരച്ചു കൊടുക്കുക കേട്ടോ. അതാണ് വേണ്ടത്, ഇങ്ങനെ ടേബിളാക്കി വരച്ചു കൊടുക്കുക. പിന്നെ രണ്ടാമത് റൈറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ഓപ്പറേഷൻ സിഗ്മ റിസൾട്ട് ഈക്വൽ ടു പാസ്. പോരാ, അത് മാത്രമല്ല ആൻഡ്, ഇത് ആൻഡ് ആണ്. പലരും ചിലപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടാവും, ഇതാണ് ഇത് ആൻഡ് ആണ്, ഇത് ഓറല്ല, ആൻഡ് ആണ്. ആൻഡ് ബാച്ച് ഈക്വൽ ടു സയൻസ്. റിസൾട്ട് പാസ്സും ആവണം, ബാച്ച് സയൻസും ആവണം. അങ്ങനെ ആരൊക്കെയുള്ളത്? റിസൾട്ട് പാസ്സാണ്, ഇവർ രണ്ടാളും റിസൾട്ട് പാസ്സാണ്. എന്നാൽ ഇതിൽ ബാച്ച് സയൻസും കൂടി ആയത് ആര് മാത്രമേ ഉള്ളൂ? സച്ചിൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തിൽ ആര് മാത്രമേ ഉള്ളൂ? സച്ചിൻ മാത്രമേ ഉള്ളൂ കേട്ടോ, സച്ചിൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഓറാണെന്ന് വിചാരിച്ചിട്ട് മേ ബി ആൻസർ ചിലപ്പോൾ തെറ്റിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഇതിന്റെ കറക്റ്റ് ആൻസർ ഇതാണ്. സച്ചിൻ മാത്രമേ അതിലുണ്ടാവൂ, സച്ചിന്റെ ഡീറ്റെയിൽസ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. കാരണം ആൻഡ് ആണ്. ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് കണ്ടീഷനും ട്രൂ ആയിരിക്കണം. റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻ ടു ഗെറ്റ് ദ രജിസ്റ്റർ നമ്പർ റിസൾട്ട് ഓഫ് ഓൾ സ്റ്റുഡൻസ് എങ്ങനെയാണ്? ഇതൊരു പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ രജിസ്റ്റർ നമ്പറും റിസൾട്ടും മാത്രം കാണിച്ചാൽ മതി എന്നാണ്. അപ്പൊ നിങ്ങൾ സെലക്ട് വിട്ടിട്ട് എന്തിലേക്ക് വരിക? പ്രൊജക്റ്റിലേക്ക് വരിക. അവിടെ പ്രൊജക്റ്റ് ആണ് ചെയ്യേണ്ടത്. എന്തൊക്കെ പ്രൊജക്റ്റ് ചെയ്യണം ഇവർ പറയുന്നുണ്ട്? രജിസ്റ്റർ നമ്പറും റിസൾട്ടും ആണ്. അപ്പോൾ രജിസ്റ്റർ നമ്പർ റിസൾട്ട്, ഇത് രണ്ടുമാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ടും പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, ഫ്രം ടേബിളിന്റെ പേര് സ്റ്റുഡൻറ്, ഫ്രം സ്റ്റുഡൻറ്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇവിടെ വേറെ ഒരു കണ്ടീഷനും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് സിഗ്മ വെച്ചിട്ട് ഇനി കണ്ടീഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം എടുത്ത് കാണിക്കാനാണ് പറയുന്നത്. റിലേഷൻ ഓപ്പറേഷൻ ടു ഗെറ്റ് രജിസ്റ്റർ നമ്പർ ആൻഡ് റിസൾട്ട്. അപ്പോൾ അത് രണ്ടും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അതാണ് കേട്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. പിന്നെ ക്ലൗഡ് സർവീസ് മോഡൽസ് എന്ന് ചോദിക്കുമ്പോൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, ഇതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കേണ്ടത്. പിന്നെ ലിസ്റ്റ് ദ ടാഗ്സ് യൂസ് ടു ക്രിയേറ്റ് ടേബിൾ. മക്കളെ, ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ടാഗുകളും അതിന്റെ യൂസുകളും. ടേബിൾ ഉണ്ടാക്കാൻ ആദ്യം ടേബിൾ ടാഗ് വേണമെന്ന് എഴുതുക. ടേബിളിന്റെ റോ കൊടുക്കാൻ TR എഴുതുക. ടേബിളിന്റെ ഹെഡിങ് കൊടുക്കാൻ TH, ടേബിളിന്റെ ഡാറ്റ കൊടുക്കാൻ TD. അല്ലെ, ടേബിൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ടേബിൾ ടാഗ്, ഒന്ന് TR ടാഗ്, ഒന്ന് TH ടാഗ്, ഒന്ന് TD ടാഗ്. അതിന്റെ ഒക്കെ യൂസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാപ്ഷൻ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ടേബിളിന് ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. HTML കോഡ് കണ്ടോ, ടേബിളിന്റെ കോഡ്. ഈ ടേബിളിന്റെ കോഡ് നിങ്ങൾ വരച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാ ചെയ്യുക? യെസ്, ഈ ഒരു സാധനം വരണം അല്ലേ. ഓക്കെ, ഞാനിവിടെ കംപ്ലീറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, HTML മുതൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ടേബിൾ ടാഗിന്റെ ഉള്ളിലുള്ളത് മാത്രം എഴുതുന്നതായിരിക്കും, അത് മതിയാവുമായിരിക്കും. അപ്പൊ ടേബിൾ ബോർഡർ ഈക്വൽ ടു 1, ടേബിൾ ക്ലോസ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് റോയിൽ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് വരണം അല്ലേ. പക്ഷെ അത് വെറുതെ അങ്ങ് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് അല്ലെ 3 കോളംസ് കമ്പനി ചെയ്ത് ആയതുകൊണ്ട് നമ്മൾ TH കോൾ സ്പാൻ ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഫസ്റ്റ് റോ കഴിഞ്ഞു. രണ്ടാമത്തെ റോയിൽ സാധാ കൊടുക്കുന്ന പോലെ ചെസ്റ്റ് നമ്പർ, നെയിം, നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്, അല്ല ഇത് ഡയറക്റ്റ് കൊടുത്താൽ മതി. പക്ഷെ അത് ഹെഡിങ് ആയതുകൊണ്ട് THന്റെ ഉള്ളിൽ കൊടുത്തു. കണ്ട, THന്റെ ഉള്ളിൽ കൊടുത്തു. അതിനുശേഷം അടുത്ത റോ ഏതാ? അടുത്ത റോയിൽ 123 ഋതു 3 ആ ഡാറ്റയാണ്. 123 ഋതു 3 എന്ന് പറയുന്ന ഡാറ്റ, അത് TRന്റെ ഉള്ളിൽ. അല്ലെ, അടുത്ത റോ ഇത് നോർമൽ ഡാറ്റ ആയതുകൊണ്ട് TDന്റെ ഉള്ളിലാണ് ഞാനത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ലാസ്റ്റത്തെ റോയിൽ 125 അനന്യ 2, ആ ഡാറ്റ അടുത്ത റോയിൽ കൊടുക്കുക. അത് നോർമൽ ഡാറ്റ ആയതുകൊണ്ട് TDന്റെ ഉള്ളിൽ കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫസ്റ്റ് 2 റോസ് കൊടുക്കുമ്പോൾ TH ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം അത് ഹെഡിങ് സെല്ലാണ്. അത് കോൾ സ്പാൻ 3 ആക്കിയിരിക്കണം. പിന്നെ ടേബിൾ ബോർഡർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ കറക്റ്റ് നമുക്കറിയാം, നമ്മൾ ചെയ്ത ആളുകളാണ്. ടേബിളിന് ഈ ബോർഡർ ഒക്കെ കറക്റ്റ് കാണണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ബോർഡർ 1 എങ്കിലും കൊടുത്തിരിക്കണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ടേബിളിന്റെ ബോർഡർ ഈക്വൽ ടു 1 നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഡോണ്ട് വറി. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. SQL കൊറി തന്നിട്ട് ഇവരൊരു കൊറി തന്നു അല്ലെ, ഇതുവരെ ചോദിക്കാത്ത ഒരു അല്ല, ഇങ്ങനെ കൊറി തന്നിട്ട് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ടേബിൾ കൺസ്ട്രെയിന്റ് യൂസ്ഡ് ഇൻ ദ കൊറി. എടാ, ഇതിൽ ഉപയോഗിച്ച ടേബിൾ കൺസ്ട്രെയിന്റ് ഏതാ? ഒന്ന് പ്രൈമറി കീ, ഒന്ന് നോട്ട് നൾ അല്ലെ. ഈ കൊറിയിൽ ഈ 2 കൺസ്ട്രെയിൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പ്രൈമറി കീന്നും നോട്ട് നള്ളുമാണ്. പിന്നെ റൈറ്റ് SQL കൊറി ടു ഡിസ്പ്ലേ ദ ഹോൾ ടേബിൾ മൊത്തം ഡിസ്പ്ലേ ചെയ്യണം. അതായത് അപ്പൊ നിങ്ങൾ ആലോചിക്കും, സാറേ ഈ ടേബിൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതിൽ വാല്യൂസ് ഒന്നും ഇൻസേർട്ട് ചെയ്തിട്ടില്ലല്ലോ. ആയിക്കോട്ടെ, പക്ഷെ ഇവർ ചോദിക്കുന്നത് ആ ഹോൾ ടേബിൾ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള കൊറി എഴുതാനാണ്. അപ്പൊ ഒന്നുമില്ല, സെലക്ട് സ്റ്റാർ ഫ്രം ബുക്ക് എന്ന് എഴുതിയാൽ മതി, കഴിഞ്ഞു അല്ലെ. റൈറ്റ് SQL കൊറി ടു ഡിസ്പ്ലേ ദ ലിസ്റ്റ് ഓഫ് ബുക്സ് വിത്ത് പ്രൈസ് ബിലോ 200. എങ്ങനെയാണ്? ലിസ്റ്റ് ഓഫ് ബുക്സ് അല്ലേ പറയുന്നത്. അപ്പൊ സെലക്ട് ബുക്ക് നെയിം എന്ന് മതി. ബുക്കുകളുടെ ലിസ്റ്റ് അല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ബുക്ക് നെയിം എന്ന് മതി, ബുക്ക് നെയിം ഡിസ്പ്ലേ ചെയ്താലും മതിയല്ലോ. എന്നാൽ നിങ്ങൾ ചില ആളുകളൊക്കെ ഈ രണ്ടാമത്തെ ഈ C ക്വസ്റ്റ്യനിൽ സെലക്ട് സ്റ്റാർ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. കാരണം സ്റ്റാർ ആകുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വന്നോട്ടെ. കാരണം ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. അതായത് ബുക്ക് നെയിം മാത്രം മതിയോ, ബുക്ക് ID വേണോ, അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സെലക്ട് സ്റ്റാർ ഫ്രം ബുക്ക് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. വേർ പ്രൈസ് ലെസ് ദാൻ 200. ഈ കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവിടെ
പറയുന്നുണ്ട് ബിലോ 200 പ്രൈസ് ആയവർ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എസ് ക്യു എൽ ക്വറി ടു ഡിസ്പ്ലേ ബുക്ക് നെയിം. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ബുക്ക് നെയിം ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പൊ സെലക്ട് സ്റ്റാർ എന്ന് അടിക്കാൻ പാടില്ല, ബുക്ക് നെയിം തന്നെ എഴുതണം, എന്നാലായിരിക്കും സെറ്റ് ആവുക. കാരണം ബുക്ക് നെയിം ആണ് ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നത്. ഫ്രം ബുക്ക്, ടേബിളിന്റെ പേര് ബുക്കാണ്. ഓക്കെ, ഇവിടെ എങ്ങനെ വരണം? അസെൻഡിങ് ഓർഡർ ഓഫ് പ്രൈസ്, പ്രൈസിന്റെ അസെൻഡിങ് ഓർഡറിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർഡർ ബൈ പ്രൈസ് എന്ന് എഴുതണം. പ്രൈസിന്റെ അസെൻഡിങ് ഓർഡറിൽ വരണമെങ്കിൽ ഓർഡർ ബൈ പ്രൈസ് എന്ന് എഴുതണം. അപ്പൊ സാറേ ഓർഡർ ബൈ പ്രൈസ് കഴിഞ്ഞിട്ട് ASC എന്ന് എഴുതണ്ടേ അസെൻഡിങ് ഓർഡറിൽ ആവണമെങ്കിൽ? നിർബന്ധമില്ല. കാരണം ബൈ ഡീഫോൾട്ട് നിങ്ങൾ ഓർഡർ ബൈ കൊടുത്തിട്ട് ASC എന്ന് കൊടുത്തിട്ടില്ലെങ്കിലും ബൈ ഡീഫോൾട്ട് അത് അസെൻഡിങ് ഓർഡർ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓർഡർ ബൈ പ്രൈസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ ഓർഡർ ബൈ പ്രൈസ് കഴിഞ്ഞിട്ട് ASC എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ അത് അസെൻഡിങ് ഓർഡറിൽ ആണെന്ന് കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതുന്നു മാത്രം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും മതി, ഓർഡർ ബൈ പ്രൈസ് ASC എന്ന് മതി. സോറി, ഓർഡർ ബൈ പ്രൈസ് എന്ന് മതി. എന്നാൽ ASC എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. യെസ്, അങ്ങനെയാണെങ്കിൽ റീറൈറ്റ് ദി എബോവ് ക്വറി വിത്ത് പ്രോപ്പർ ചേഞ്ചസ് സോ ദാറ്റ് ബുക്ക് ID ടു ബി യുണീക്ക് ആൻഡ് പ്രൈസ് ഡെസിമൽ. അതായത് ഈ ക്വറീനെ മാറ്റി എഴുതാനാണ് പറയുന്നത്. ബുക്ക് ID എന്താക്കണം? യുണീക്ക് ആക്കണം. അപ്പൊ നമുക്ക് ഈ ക്വറീനെ ഒന്ന് മാറ്റി ചെയ്താൽ ക്രിയേറ്റ് ടേബിൾ ബുക്ക് IDയിലാണ് ഇവർ മാറ്റം വരുത്താൻ പറയുന്നത്, അതിനെ യുണീക്ക് ആക്കണം. അപ്പൊ അത് ഇൻഡ് പ്രൈമറി കീ കഴിഞ്ഞിട്ട് യുണീക്കും കൂടെ കൊടുത്തോ, പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ അവർ പറയുന്നത്? പ്രൈസ് ഡെസിമൽ ആക്കണം. ബുക്ക് നെയിമിലൊന്നും മാറ്റില്ല, പബ്ലിഷർ ഇതിലൊന്നും മാറ്റില്ല. പ്രൈസിന് എന്താക്കുക? ഡെസിമൽ ആക്കുക. അപ്പൊ ഡെസിമൽ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഒക്കെയാണ് പഠിച്ചത്, 7,2 അല്ലെങ്കിൽ 5,3 അങ്ങനെയൊക്കെ കൊടുക്കാം. ഈ 7,2 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രൈസ് കൊടുക്കാൻ മാക്സിമം 7 ഡിജിറ്റ് ഉപയോഗിക്കുക. അതിൽ 2 എന്ന് പറഞ്ഞാൽ പോയിന്റ് ശേഷം രണ്ട് ഉപയോഗിക്കുക. ഇതിൽ ചെറിയ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് അവർ തന്ന പോലെ നോട്ട് നൾ ബുക്ക് നെയിം പബ്ലിഷർ, അതായത് ബുക്ക് നെയിം പബ്ലിഷർ ഒരുമിച്ചെടുക്കുമ്പോൾ നോട്ട് നൾ ആയിരിക്കണം. ആ ഒരു കണ്ടീഷനാണ് അവിടെ പറയുന്നത്. ഓക്കെ, ആ രീതിയിലാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എഴുതേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ എഴുതണം എന്നില്ല. സാറേ ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒരു സംശയമില്ല ചോദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. യെസ്, ഇ ലേണിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇ ലേണിംഗ് ഇലക്ട്രോണിക് മീഡിയ ICT ഉപയോഗിച്ചിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നതിനാണ് ഇ ലേണിംഗ് എന്ന് പറയാം. പിന്നെ ഇ ലേണിംഗ് ടൂൾസ് ലിസ്റ്റ് ചെയ്താൽ മതി, എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അപ്പോൾ ഈ ബുക്ക് റീഡർ, ഈ ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, ഈ കണ്ടന്റ്, എഡ്യൂക്കേഷൻ TV ചാനൽസ്, ഇതൊക്കെ ലിസ്റ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും നാലെണ്ണം ലിസ്റ്റ് ചെയ്താൽ മതി, എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ് എക്സ്പ്ലെയിൻ ചെയ്യണം, ശ്രദ്ധിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യണം. ഭയങ്കര എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ എത്രണ്ണാന്നൊന്നും പറയുന്നില്ല. യെസ്, പറയുന്നുണ്ട് അല്ലേ, എക്സ്പ്ലെയിൻ എനി 4 എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും 4 അപ്പൊ ഏതെങ്കിലും 4 ഐഡന്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെന്റ്, ഇംപേഴ്സണേഷൻ, ചീറ്റിംഗ്, വയലേഷൻ പ്രൈവസി, ഡിസമിനേഷൻ ഓഫ് ഓപ്ഷൻസ് മെറ്റീരിയൽ, ഇത്രയാണ് സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ. ജസ്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് എഴുതിയാൽ മതി. ഭയങ്കര ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം മതി. അപ്പോൾ മക്കളെ, യെസ്, ഇത്രയാണ് നമ്മളെ എക്സാം നമുക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിക്കി ആയിരുന്നു, കുറച്ച് കൺസെപ്റ്റ് വേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എക്സാം? ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക? മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.